الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്ന എല്ലാ പാപങ്ങളും പടച്ചതമ്പുരാൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാന മുഅ്മിനായി മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫയും സമാധാനവും നൽകുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു കടം വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന, പ്രത്യേകിച്ചും വലിയ തീവ്രമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുന്ന ഗസ നിവാസികൾ, അള്ളാഹു അവർക്കെല്ലാം സമാധാനവും ആശ്വാസവും പ്രദാനിക്കുമാറാകട്ടെ. അവരുടെ ശത്രുക്കളെ അള്ളാഹു തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ബെർണാഡ് ഷായുടെ ഒരു പ്രസിദ്ധമായ നാടകമാണ് ആയുധങ്ങളും മനുഷ്യരും എന്നുള്ളത്. ആ നാടകത്തിൽ ഒരു പ്രസിദ്ധമായ കഥാപാത്രമാണ് മേജർ പെറ്റ്കോഫ് എന്ന് പറയുന്നത്. ഈ കഥാപാത്രം തന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ, പ്രധാനമായിട്ടും കുളിക്കരുത് എന്നുള്ളതാണ്. കുളി ഒരു പ്രകൃതി വിരുദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് കുളിച്ചാൽ ആരോഗ്യം നഷ്ടപ്പെടും. പരമാവധി കുളിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനി അത്ര നിർബന്ധമാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കുളിക്കുക. ദിനേനയുള്ള കുളി മനുഷ്യന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തുമെന്നാണ് അദ്ദേഹം ഭാര്യയോട് പറയുന്നത്. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്റെ അച്ഛൻ ജീവിതത്തിൽ ഒരിക്കലും കുളിച്ചിട്ടില്ല, എന്നിട്ടും 98 വയസ്സുവരെ ജീവിച്ചു. അപ്പൊ കുളിയും ആരോഗ്യവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്നാണ് ആ കഥാപാത്രം തന്റെ ഭാര്യയോടുള്ള ഈ ഉപദേശത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ന്യൂയോർക്കിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവിടെയുള്ള ഗവേഷകർ ഒരു പഠന റിപ്പോർട്ട്, അവരുടെ ഒരു പഠനത്തിന്റേതായ റിപ്പോർട്ട് സയൻസ് നാഷണൽ അക്കാദമി പുറത്തുവിടുകയുണ്ടായി. മനുഷ്യ ശരീരത്തിലെ ചർമ്മത്തെക്കുറിച്ചാണ് അവർ പഠിച്ചത്. ആ പഠനത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയത്, മനുഷ്യന്റെ ചർമ്മം എന്ന് പറയുന്നത് സൂക്ഷ്മാണുക്കളുടെ ഒരു വൻ പട തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു കോശമാണ്. വലിയ സൂക്ഷ്മാണു ലോകം മനുഷ്യന്റെ ശരീരത്തിലെ ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ നിലകൊള്ളുന്നുണ്ട്. അതിൽ ചിലതൊക്കെ സ്ഥിരമായി അവിടെ തന്നെ ചർമ്മോപരിതലത്തിൽ കുടികൊള്ളുന്നതാണെങ്കിൽ, ചില അണുക്കളൊക്കെ ഇങ്ങനെ വന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. മൊത്തം അവർ 182 അണുക്കളെയാണ് മനുഷ്യന്റെ ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ കണ്ടെത്തിയത്. അതിൽ മനുഷ്യ ശരീരത്തിന് ഉപകാരമുണ്ടാകുന്നതുണ്ട്, ഉപദ്രവമുണ്ടാകുന്നതുണ്ട്. ഉപകാരമുണ്ടാകുന്ന അണുക്കളാണ് കൂടുതലും മനുഷ്യന്റെ ചർമ്മത്തിലുള്ളത്. എന്നാൽ ഈ
നല്ല അണുക്കളും ചീത്ത അണുക്കളും തമ്മിലുള്ള ഈ അനുപാതം അല്ലെങ്കിൽ ഈ പ്രതിപ്രവർത്തനം, ഇതാണ് മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യാവസ്ഥയെ, അതിന്റെ സന്തുലിതത്വത്തെ നിലനിർത്തുന്നത് എന്നാണ് അവരുടെ പഠനം. അഥവാ ഈ മോശമായ അണുക്കളെ, മനുഷ്യന്റെ ശരീരത്തിന് അപകടം ചെയ്യുന്ന അണുക്കളെ മാത്രമായി നീക്കം ചെയ്യാൻ കഴിയുന്ന ഒരു വിദ്യയും ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടില്ല. ശരീരത്തിൽ നിന്ന് അണുക്കളെ നീക്കാൻ തീരുമാനിച്ചാൽ എല്ലാം തന്നെ പോകും. അതുകൊണ്ട് ഈ ഒരു പ്രതിപ്രവർത്തനം ശരീരത്തിൽ, മനുഷ്യ ശരീരത്തിൽ, ചർമ്മത്തിലത് നടക്കേണ്ടതുണ്ട് എന്നാണ് അവർ കണ്ടെത്തിയത്. വളരെ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് അവര് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം, ഈ ചർമ്മത്തിലുള്ള അപകടകാരികളായ അണുക്കളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഏകമാർഗം, സുരക്ഷിതമായ ഏകമാർഗമെന്ന് പറയുന്നത് ശുദ്ധവെള്ളത്തിൽ മനുഷ്യൻ കുളിക്കുക എന്നുള്ളത് തന്നെയാണ്. ശുദ്ധമായ വെള്ളത്തിന് മാത്രമേ ഈ അണുക്കളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് കുളിക്കുന്നത് നല്ലതാണ് എന്നാണ് അവരുടെ പഠന റിപ്പോർട്ട്. ഇത് രണ്ടും മുന്നിൽ വെച്ചുകൊണ്ട് കുളി എന്നുള്ളത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആദം നബി അലൈഹി ഇസ്ലാം മുതൽ തുടർന്നു വന്ന ഒരു കാര്യമായിട്ടാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഭൂമി ലോകത്ത് ആദ്യം കുളിച്ച മനുഷ്യൻ ആദ്യ മനുഷ്യനാണ്. ആദം നബി അലൈഹി ഇസ്ലാമിനെ കുളിപ്പിക്കാൻ പഠിച്ചത് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ്. കാരണം ആദം നബിക്ക് അതറിയില്ലായിരുന്നു. കുളിയെ ഇസ്ലാം ഐച്ഛികമെന്നും നിർബന്ധമെന്നും രണ്ടായി കാണുന്നുണ്ട്. നിയമം മൂലം കുളി നിർബന്ധമാക്കിയ ഒരു പ്രത്യയശാസ്ത്രമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഒരാൾ കുളിക്കുന്നില്ലെങ്കിൽ അവനെ കൊല്ലണമെന്നാണ് കിഫായ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. കുളിക്കാൻ പറയുക മാത്രമല്ല, വിശ്വാസിയായ മനുഷ്യൻ കുളിക്കുമ്പോൾ അതിനുവേണ്ടി ശുദ്ധജലം ഉപയോഗിക്കണമെന്നുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്നു. എങ്ങനെയെങ്കിലും കുളിച്ചാൽ പോരാ. വെള്ളത്തെ 3 വിഭാഗമായി തിരിച്ചുകൊണ്ടാണ് ഏത് വെള്ളം കുളിക്കാനും ഒദു ചെയ്യാനും ഉപയോഗിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അങ്ങനെ വെള്ളത്തെ തരംതിരിക്കുന്ന ഒരു മതം, പ്രസ്ഥാനം വേറെയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. തഹൂറായ വെള്ളമുണ്ട്, ത്വാഹിറായ വെള്ളമുണ്ട്, നജിസായ വെള്ളമുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ വെള്ളത്തെക്കുറിച്ച് ചർച്ച ചെയ്തെടുത്ത് നിങ്ങൾക്ക് ആകാശത്തുനിന്ന് നാം തുഹൂറായ വെള്ളം ഇറക്കി തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ആകാശത്തുനിന്ന് ഇറക്കിയ വെള്ളമെല്ലാം തുഹൂറാണ്. ഞാനൊരു മലിനജലം ആകാശത്തുനിന്ന് ഇറക്കിയിട്ടില്ല. ആകാശത്തുനിന്ന് ഇറങ്ങിയ വെള്ളമാണ് നമ്മുടെ കടലിലും നദിയിലും കുളങ്ങളിലൊക്കെ ഉള്ളത്. അള്ളാഹു പറയുന്നു, ഞാൻ അതിനെ ശുദ്ധമായിട്ടാണ് ആകാശത്തുനിന്ന് ഇറക്കിയത്. പിന്നെ ആരാണ് അതിനെ മലിനമാക്കിയെന്ന് ചോദ്യമുണ്ട്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത്, വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാഅൻ ലിയുതഹിറക്കും, ആകാശത്തുനിന്ന് നാം നിങ്ങൾക്ക് വെള്ളമിറക്കി തന്നത് ലിയുതഹിറക്കും, നിങ്ങളെ ശുദ്ധീകരിക്കാനാണ്. നിങ്ങൾക്ക് ശുദ്ധീകരിക്കാനാണ് ഞാൻ വെള്ളമിറക്കി തന്നത്. ഒരിടത്ത് അള്ളാഹു പറഞ്ഞത് വഅൻസൽനാ മിനസ്സമാഇ മാഅൻ മുബാറക, ആകാശത്തുനിന്ന് നാം നിങ്ങൾക്ക് ഇറക്കി തന്ന വെള്ളം അനുഗ്രഹീതമായ വെള്ളമാണ്, ബറക്കത്തുള്ള വെള്ളമാണ്. മഴവെള്ളത്തെ അങ്ങനെയാണ് അള്ളാഹു ഉപയോഗിക്കുന്നത്. പിന്നെ അതെങ്ങനെ മലിനമായി? അള്ളാഹു ഇറക്കിയ മുബാറക്കായ അനുഗ്രഹീതമായ വെള്ളം, ഈ ശുദ്ധമായ വെള്ളം, അതെങ്ങനെ ഭൂമിയിൽ മലിനമായി എന്ന ചോദ്യമുണ്ട്. എന്താണ് തൊഹൂറായ വെള്ളം? തൊഹൂറായ വെള്ളം മാത്രമേ മനുഷ്യന് കുളിക്കാൻ ഉപയോഗിക്കാൻ പറ്റൂ. ഒളു ചെയ്യാനും തൊഹൂറായ വെള്ളം മാത്രമേ പറ്റൂ. തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു വെള്ളം അതിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ നിലനിൽക്കുമ്പോഴാണ് അതിന് തൊഹൂർ എന്ന് പറയുക. അതിന്റെ നിറമോ മണമോ രുചിയോ മാറാൻ പാടില്ല. അപ്പോൾ അത് തൊഹൂറാണ്. ഈ വെള്ളം മാത്രമേ ഒരാൾ കുളിക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് ഇസ്ലാമിന്റെ നിർബന്ധ നിയമമാണ്. ആ വെള്ളത്തിൽ മാത്രമേ ഒളു ചെയ്യാൻ പാടുള്ളൂ. കൃത്യമായി ഏത് വെള്ളത്തിൽ കുളിക്കണമെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയാണ് ഇസ്ലാം. രണ്ടാമത്തെ വെള്ളം ത്വാഹിറായ വെള്ളമാണ്. ത്വാഹിറായ വെള്ളം എന്ന് പറഞ്ഞാൽ അത് സ്വയം ശുദ്ധിയുണ്ട്, പക്ഷേ മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിയില്ല.
ആദ്യത്തെ കാറ്റഗറിയിലുള്ള തൊഹൂറായ വെള്ളമാണ്. അതിന് സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധീകരിക്കാനുള്ള പവർ ഉണ്ട്. അതുകൊണ്ടാണ് മനുഷ്യനോട് അതുപയോഗിച്ച് കുളിക്കാൻ പറഞ്ഞത്, അതുകൊണ്ട് ഉദൂ ചെയ്യാൻ പറഞ്ഞത്. ത്വാഹിറായ വെള്ളത്തെ സംബന്ധിച്ചിടത്തോളം അതിന് സ്വയം ശുദ്ധമാണ് ആ വെള്ളം, പക്ഷെ അതിനെ മറ്റൊന്നിനെ ശുദ്ധീകരിക്കാനുള്ള പവറില്ല. അതുകൊണ്ട് ത്വാഹിറായ വെള്ളം കൊണ്ട് കുളിക്കാൻ പാടില്ല, ത്വാഹിറായ വെള്ളം കൊണ്ട് ഉദൂ ചെയ്യാൻ പാടില്ല. ഏതാണ് ത്വാഹിറായ വെള്ളം? വെള്ളത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ നിന്ന് മാറ്റമുണ്ടായി. അള്ളാഹു ആകാശത്തു നിന്ന് ഇറക്കിയ അടിസ്ഥാന സ്വഭാവത്തിന് മാറ്റമുണ്ടായി. നിറം മാറി, രുചി മാറി, അതിന്റെ ഗന്ധം മാറി. ഇത് ത്വാഹിറായി വെള്ളം, തഹൂറല്ല. അല്ലെങ്കിൽ ഫർളായ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ഒരാൾ വെള്ളം ഉപയോഗിച്ചു, നിർബന്ധമായ കുളിച്ച വെള്ളം, ഒളു ചെയ്ത വെള്ളം, ആ വെള്ളവും ത്വാഹിറാണ്, തഹൂറല്ല. അതുകൊണ്ട് ഇനി ഒളു ചെയ്യാൻ പാടില്ല, ഇനി കുളിക്കാനും പാടില്ല. മൂന്നാമത്തത് നജിസായ വെള്ളമാണ്, അതൊരിക്കലും ഉപയോഗിക്കാനും പാടില്ല. അതിന് സ്വയം ശുദ്ധിയില്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാനുള്ള കഴിവുമില്ല. സഹോദരങ്ങൾ, എത്ര കൃത്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ മതം കുളിക്കണമെന്ന് മാത്രമല്ല, കുളിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട വെള്ളം ഏതെന്ന് കൂടി കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. വെള്ളത്തെ മൂന്നായി തരംതിരിച്ചുകൊണ്ട് തഹൂറായ വെള്ളത്തിൽ മാത്രമേ നിങ്ങൾ കുളിക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായി മതം പഠിപ്പിക്കുകയാണ്. ത്വാഹിറായ വെള്ളത്തിൽ കുളിക്കരുത്, നജിസായ വെള്ളത്തിലും കുളിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ വെറുതെ ആരാധനകൾക്ക് വേണ്ടി മാത്രം ഇറങ്ങിയൊരു മതമല്ല, ഒരു ഗ്രന്ഥവുമല്ല. നിസ്കരിക്കാൻ പറയാനല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയൊരു ഖുർആൻ ആവശ്യമില്ല. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ വ്യക്തിപരമായ സാമൂഹ്യമായ ആരോഗ്യം നിലനിർത്താൻ കൂടി ഇറങ്ങിയൊരു ഗ്രന്ഥമാണ് ഖുർആൻ. അതുകൊണ്ട് മനുഷ്യന് ഈ ഭൂമിലോകത്ത് ആരോഗ്യത്തോടെ ജീവിക്കാൻ എന്ത് വേണം, അത് കൃത്യമായി ഈ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ബൈബിള് പരിശോധിക്കുക. ബൈബിളിന്റെ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഒരു അരവരി പോലും മനുഷ്യന്റെ ശുദ്ധീകരണത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അവിടെയാണ് ഖുർആനിലുടനീളം മനുഷ്യന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ഖുർആൻ വിശദീകരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഏത് വെള്ളത്തിൽ കുളിക്കണമെന്നുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ നിർദ്ദേശമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, വേറെയും പല പകർച്ചവ്യാധികളുടെയും നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം 2016 കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ 15ലധികം മരണങ്ങൾ സംഭവിച്ചു. മൂക്കിലൂടെ കയറുന്ന അമീബ മനുഷ്യന്റെ മസ്തിഷ്കത്തിലെത്തി മസ്തിഷ്കത്തെ നശിപ്പിച്ച് അത് പിടിപെട്ട ആളുകൾ 90% മരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വൈദ്യശാസ്ത്രം പറയുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം കോട്ടയം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ കോട്ടയം ജില്ലയിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ആദ്യം വരിക ഈരാറ്റുപേട്ടയിലായിരിക്കും. ഞാനിത് ആരോഗ്യ വിദഗ്ധരുമായി സംസാരിച്ചിട്ട് പറയാണ്. അതിനുള്ള സർവ്വവിധ സാധ്യതകളും ഈരാറ്റുപേട്ടയിലുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളിലുണ്ട് എന്ന് പിന്നീട് സമയമുണ്ടെങ്കിൽ മനസ്സിലാക്കിത്തരാം. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ നാടിന്റെ ആരോഗ്യം അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങിപ്പോകും. മരണം 90%-ലധികമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സംഭവിച്ച ആളുകൾ. എന്താണ് പ്രതിവിധി? ആരോഗ്യവകുപ്പ് പറയുന്ന അതിപ്രധാനമായ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ശുദ്ധജലം ഉപയോഗിക്കുക എന്നുള്ളതാണ്. വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക. നമ്മളെ കുളങ്ങൾ, കിണറുകൾ അത് ക്ലോറിനേറ്റ് ചെയ്തുകൊണ്ട് ജലം ശുദ്ധമാക്കി തീർക്കുക, ശുദ്ധജലം ഉപയോഗിക്കുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. അതിന്റെ പ്രതിവിധി അതാണ്. മലിനജലമാണ് ഒട്ടനവധി രോഗങ്ങളുടെ കാരണം. വെള്ളം ശുദ്ധമാണെങ്കിൽ, കുടിക്കുന്ന വെള്ളം, കുളിക്കുന്ന വെള്ളം ശുദ്ധമാണെങ്കിൽ ഒട്ടനവധി രോഗങ്ങളെ നമുക്ക് തടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും നമ്മുടെ മാതൃക അവരാണല്ലോ. അവർ ഈ വിഷയത്തിൽ എത്രമാത്രം ശ്രദ്ധിച്ചു എന്ന് ആ വിഷയം പഠിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ടാണ് അവർക്ക് രോഗങ്ങൾ വരാതിരുന്നത്. ഇന്ന് ജീവിതശൈലി രോഗങ്ങളുടെ അടിമകളാണ് മനുഷ്യർ അധികവും. സഹാബത്തിന് അത്തരത്തിൽ രോഗങ്ങൾ ഉണ്ടായിട്ടില്ല. അവർക്കുണ്ടായത് യുദ്ധത്തിലേറ്റ മുറിവുകളാണ്.
പിന്നെ സാധാരണ ഉണ്ടാകുന്ന ചില ജലദോഷവും പനിയല്ലാതെ ഇന്ന് കാണുന്ന മാരകമായ രോഗങ്ങൾക്കൊന്നും സഹാബത്ത് അടിമയായിട്ടില്ല. ഷാമിൽ നിന്നൊരു വൈദ്യൻ വന്നല്ലോ, മദീനയിലൊരു ക്ലിനിക്ക് തുടങ്ങിയല്ലോ. ഏറെ താമസിയാതെ അദ്ദേഹം തന്റെ സ്ഥാപനം പൂട്ടി പോവുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തുപറ്റി? ഞങ്ങളുടെ നാട്ടിലൊരു ആശുപത്രി തുടങ്ങിയിട്ട് എന്താ നിർത്തിപ്പോകുന്നത്? അപ്പൊ പറഞ്ഞു, ഇവിടെ നിന്നിട്ട് കാര്യമായി രോഗികളെ കിട്ടുന്നില്ല, ഈ സ്ഥാപനം ഇവിടെ വിജയിക്കില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഏറ്റവും കൂടുതൽ ആശുപത്രികൾ നടത്തുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അതിനെ വിജയിപ്പിച്ചു കൊടുക്കേണ്ട ജോലി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ഒരു നാട്ടിൽ ആശുപത്രി പരാജയപ്പെടുമ്പോഴാണ് അവിടെ ഖുർആൻ വിജയിച്ചു എന്ന് പറയാൻ കഴിയുക. ഏറ്റവും കൂടുതൽ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന സമൂഹം മുസ്ലിമീങ്ങളാണ്. ഏറ്റവും കുറച്ച് ഭക്ഷണം കഴിക്കുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. RCCയിൽ ചെന്നാൽ നമ്മുടെ കൃത്യമായ സംവരണത്തെ മറികടന്നിട്ടുണ്ട് നമ്മളവിടെ. RCCയിൽ എന്ത് സംഭവിച്ചു? വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചൊരു ആരോഗ്യശാസ്ത്രമുണ്ട്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ വിട്ടുകളഞ്ഞു. നിങ്ങൾ നല്ലത് ഭക്ഷിക്കും, നല്ലത് കുടിക്കും, ശുദ്ധമല്ലാത്തത് കഴിക്കരുത്, ശുദ്ധമല്ലാത്തത് കുടിക്കരുത്, കൃത്യമായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ എത്ര ശ്രദ്ധാലുവായിരുന്നു നിങ്ങൾക്കറിയുമോ? കിട്ടുന്ന വെള്ളമെല്ലാം നബി തങ്ങൾ കുടിക്കൂല. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു തോട്ടമുണ്ടായിരുന്നു, ബൈറുഹ എന്ന പേരിൽ, മദീന പള്ളിക്കടുത്ത്. ഹദീസിൽ കാണാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും. ആ തോട്ടത്തിലൂടെ ഒഴുകുന്ന ശുദ്ധമായ വെള്ളം, ആ തെളിനീര് ഇടക്ക് പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കാറുണ്ടായിരുന്നു. ശുദ്ധജലം കുടിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഹിജറ ചെയ്ത് മദീനയിലെത്തി അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസിക്കുകയാണ്. ഈ താമസിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശുദ്ധജലം എത്തിക്കാൻ വേണ്ടി പ്രത്യേകമായി ഏർപ്പാട് ചെയ്തിരുന്നു. മാലിക് ഇബ്നു നെളർ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്നും നബിക്ക് വേണ്ടി ശുദ്ധജലം കൊണ്ടുവരാറുണ്ടായിരുന്നു. വെള്ളം അടുത്തില്ലാഞ്ഞിട്ടല്ല, ശുദ്ധജലം വേണം. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മദീനയിലെ ദൂരസ്ഥലങ്ങളിൽ തണ്ണീർ പന്തലുകൾ ഉണ്ടായിരുന്നു, ശുദ്ധജലം കൊടുക്കുന്ന സ്ഥലങ്ങൾ. അവിടെ പോയി നബിതങ്ങൾക്ക് വേണ്ടി വെള്ളം കൊണ്ടുവരും. നബിതങ്ങളുടെ ഭൃത്യനായ റബ്ബാഹ്, അസ്മായിന്റെ മക്കളായ ഹാരിസ്, ഹിന്ദ്, ഇവരൊക്കെ നബിതങ്ങൾക്ക് വേണ്ടി ശുദ്ധജലം കൊണ്ടുപോയി കൊടുക്കും. ഇമാം ഖുത്തൈബ പറയുന്നുണ്ട്, അങ്ങോട്ട് മദീനയിൽ നിന്ന് 2 ദിവസത്തെ വഴിദൂരം ഉണ്ടായിരുന്നു. ഈ തണ്ണീർ പന്തലിലേക്ക് 2 ദിവസത്തെ വഴിദൂരമുണ്ട്. ഈ 2 ദിവസത്തെ വഴിദൂരം നടന്നു പോകുന്നത് എന്തിനു വേണ്ടിയാണ്? ശുദ്ധജലം കുടിക്കണം, ഏതെങ്കിലും വെള്ളം കുടിക്കാൻ പാടില്ല. അപ്പൊ ഇത്ര കൃത്യതയും ഇത്ര കണിശതയും ബഹുമാന്യനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തും നല്ല വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ, ശുദ്ധജലം കുടിക്കുന്ന കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ പുലർത്തിയിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് യാത്ര പോകുമ്പോ ഒരു ക്രിസ്ത്യാനി പെണ്ണ് അദ്ദേഹത്തിന് കുറച്ച് വെള്ളം കൊടുത്തു, ശുദ്ധജലം. ഉമർ റളിയല്ലാഹു അൻഹു ആ പെണ്ണിന്റെ വീട് അന്വേഷിച്ചു പോകുന്നുണ്ട്. ആ ക്രിസ്ത്യാനി പെണ്ണിന്റെ വീട് അന്വേഷിച്ച് ചെന്നിട്ട് ആ പെണ്ണിനോട് നന്ദി പറഞ്ഞു. എന്തിന്? ശുദ്ധജലം കൊടുത്തതിന്. ആര്? അറേബ്യ ഒന്നടങ്കം അടക്കി ഭരിക്കുന്ന ഭരണാധികാരി ഖലീഫ ഉമർ പച്ചവെള്ളം, ശുദ്ധജലം കിട്ടിയതിന് നന്ദി പറയാൻ വേണ്ടി ക്രിസ്ത്യാനി പെണ്ണിന്റെ വീട്ടിൽ പോയി. അത്രമേൽ വിലപ്പെട്ടതാണ് ശുദ്ധജലം എന്ന് പറയുന്നത്. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മഹ്ശറയിൽ നമ്മളൊക്കെ നിൽക്കുമ്പോ ആദ്യമായി അള്ളാഹു ചോദിക്കുന്നത്, അലം നുസഹ്ഹി ജിസ്മക, ഞാൻ നിന്റെ ശരീരത്തിന് ആരോഗ്യം തന്നില്ലേ? വനുറവ്വിക്കൽ മാ അൽ ബാരിദ്, നിനക്ക് തണുത്ത വെള്ളം നിനക്ക് കുടിക്കാൻ തന്നില്ലേ എന്നാ. ആദ്യത്തെ ചോദ്യം ആരോഗ്യം തന്നില്ലേ എന്നാണെങ്കിൽ, രണ്ടാമത്തെ ചോദ്യം നിനക്ക് കുടിക്കാൻ ഞാൻ ശുദ്ധജലം തന്നില്ലേ എന്ന പടച്ചവന്റെ ചോദ്യം. ഇത്രമേൽ വിലപ്പെട്ടതാണ് ശുദ്ധജലം എന്ന് പറയുന്നത്. മദീന 2020 ലോകത്തെ ഏറ്റവും ശുദ്ധിയുള്ള നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയാണ്. ലോക ആരോഗ്യ സംഘടന സൗദി ഭരണകൂടത്തിന് ആ സർട്ടിഫിക്കറ്റ് കൈമാറി. മദീനയാണ് ലോകത്തെ ഏറ്റവും ആരോഗ്യമുള്ള, സുന്ദരമായ, വൃത്തിയുള്ള നഗരം. 21 ലക്ഷം മനുഷ്യർ താമസിക്കുന്ന നഗരമാണ് മദീന. അപൂർവങ്ങളിൽ അപൂർവമാണ് അങ്ങനെയുള്ള ഒരു നഗരത്തിന് ഈ ഒരു പദവി കിട്ടുക എന്നുള്ളത്.
എന്തുകൊണ്ട് കിട്ടി? നബിയും സഹാബത്തും മദീനയിൽ പഠിപ്പിച്ചൊരു പാരമ്പര്യമുണ്ട്, ശുചിത്വത്തിന്റെ പാരമ്പര്യം, ആരോഗ്യ സംരക്ഷണത്തിന്റെ ഒരു പാരമ്പര്യം. ആ പാരമ്പര്യം ഇന്നും മദീനക്കാര് കാത്തുസൂക്ഷിച്ചപ്പോഴാണ് മദീനയ്ക്ക് ലോകാരോഗ്യ സംഘടനയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. പക്ഷെ ഇന്ന് നമുക്ക് എന്ത് സംഭവിച്ചു? 44 നദികൾ ഒഴുകുന്ന നാടാണ് കേരളം. 2 നദികൾ ഒഴുകുന്ന നാടാണ് ഈരാറ്റുപേട്ട. ശുദ്ധജലമുണ്ടോ? കുളിക്കാൻ ശുദ്ധജലമുണ്ടോ? കുടിക്കാൻ ശുദ്ധജലമുണ്ടോ? വെള്ളം സർവത്ര, തുള്ളു കുടിക്കാനില്ലത്ര. അള്ളാഹു ആകാശത്തുനിന്ന് ഇറക്കിയ വെള്ളം അള്ളാഹു പറഞ്ഞു, ഞാൻ ശുദ്ധമായ വെള്ളമാണ് ഇറക്കിയത്, ഞാനൊരു മലിനജലം ആകാശത്തുനിന്ന് ഇറക്കിയിട്ടില്ല. പിന്നെ ആരാണ് ഈ മീനച്ചിലാറിനെ മലിനമാക്കിയത്? ആരാണ് നമ്മുടെ കിണറുകളിൽ ക്ലോറോഫോം ബാക്ടീരിയ ഉണ്ടാക്കിയത്? ആരാണ് ഈ വെള്ളം കുടിക്കാൻ പറ്റാത്തതാക്കിയത്? അതിന് ഖുർആൻ മറുപടി പറയുന്നുണ്ട്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. ഈ കടൽ മലിനമായത്, ഈ കര മലിനമായത് മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടാണെന്ന് ഖുർആൻ. ശുദ്ധമായ ഭൂമി, ശുദ്ധമായ കടല്, ആരാണ് ഇതിനെ അശുദ്ധമാക്കിയത്? ബിമാ കസബത് ഐദിന്നാസ്, ഞാനും നിങ്ങളുമാണ് ഇതിനെ അശുദ്ധമാക്കിയത്. ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. നിങ്ങൾ ഈ ചെയ്തതിന്റെ കുറച്ചെങ്കിലും നിങ്ങളെ അനുഭവിപ്പിക്കാൻ വേണ്ടിയാണിത്. നിങ്ങൾ വലിച്ചെറിഞ്ഞില്ലേ? മീനച്ചിലാറ്റിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞില്ലേ? റോട്ടിലേക്കും തോട്ടിലേക്കും നിങ്ങൾ വലിച്ചെറിഞ്ഞില്ലേ വേസ്റ്റ്? കോഴിയുടെ വേസ്റ്റ്, അറവുശാലയിലെ മാലിന്യങ്ങൾ. അത് നിങ്ങളെ കൊണ്ട് ഞാൻ കുടിപ്പിക്കും, ആ വെള്ളത്തിൽ നിങ്ങളെ ഞാൻ കുളിപ്പിക്കും, അല്ലാഹു പറയാണ്. എന്നിട്ട് നിങ്ങൾക്ക് മാരകമായ രോഗം വരുത്തും. നിങ്ങൾ അനുഭവിക്കണം ഈ ലോകത്ത്. വെള്ളം അശുദ്ധമാക്കിയതിന്റെ ദുരന്തം നിങ്ങൾ ഇവിടെ അനുഭവിക്കണം. നാളെ പരലോകത്ത് വേറെ ഉണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കിയ ശുദ്ധമായ വെള്ളത്തെ, ഈ കടലിനെ, ഈ കരയെ, ഈ ആറുകളെ, ഈ അരുവികളെ ആരാടിതിനെ മലിനമാക്കിയത്? നാളെ അന്താരാഷ്ട്ര തലത്തിൽ തീരദേശ ശുചീകരണ ദിനമാണ്. നാളെ അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു ദിനമാണ്. സെപ്റ്റംബർ 3-ാമത്തെ ശനിയാഴ്ച. എല്ലാ വർഷവും സെപ്റ്റംബർ 3-ാമത്തെ ശനിയാഴ്ച അന്താരാഷ്ട്ര തലത്തിൽ തീരദേശ ശുചീകരണ ദിനം എന്ന പേരിൽ ആചരിക്കാറുണ്ട്. നാളെ അത് ആചരിക്കാൻ പോവുക. എന്തിനാണത്? കടലും ആറുകളും നദികളും ജലാശയങ്ങളും ശുദ്ധമായി സൂക്ഷിക്കണമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 3-ാമത്തെ ശനിയാഴ്ച അതിങ്ങനെ ആചരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആചരണം മാത്രമേ ഉള്ളൂ. വീണ്ടും വീണ്ടും നമ്മൾ ഈ ജലത്തെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് ഈ വർഷം സിംഗിൾ സ്റ്റാർ പദവി കിട്ടി. സിംഗിൾ സ്റ്റാർ പദവി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മുടെ മുനിസിപ്പാലിറ്റി 4056-ാമത്തെ സ്ഥാനത്തായിരുന്നു ശുചീകരണത്തിന്റെ വിഷയത്തിൽ. ദേശീയ ശുചിത്വ മിഷന്റെ സർവേ അനുസരിച്ച് ഈ വർഷം അത് 562-ലേക്ക് നമ്മൾ മുന്തി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സിംഗിൾ സ്റ്റാർ പദവിയിലാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി. 562 ഗ്രേഡിലെത്തി. 2 മുനിസിപ്പാലിറ്റിക്കാണ് അത് കിട്ടിയത്. ഒന്ന് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരും മറ്റൊന്ന് ഈരാറ്റുപേട്ടയാണ്. കാരണം ഇത്ര ചെറിയൊരു പ്രദേശത്ത് 50,000 ചില്ലാനും ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഉണ്ടായ ഒരു വൃത്തി ശുദ്ധി എന്ന കണക്കിലാണ് ആ സർവേയിൽ നമ്മളെ ഈ ഗ്രേഡ് ഉയർത്തിയിരിക്കുന്നത്. പക്ഷെ ഈ ഗ്രേഡൊന്നും റോട്ടിലൂടെ നടന്നാൽ, ഈ പുഴത്തീരത്തൂടെ നടന്നാൽ കാണാൻ പറ്റൂല. അവിടെ ഇപ്പോഴും മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെടുന്നുണ്ട്. ഗ്രേഡ് പത്രത്തിലും മുനിസിപ്പാലിറ്റിയുടെ രേഖയിലും ഉണ്ടാവുള്ളൂ. ഇന്ന് രാവിലെ ആരോഗ്യവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ എന്റെ അടുക്കൽ വന്നു. അവരെനിക്കൊരു സർക്കുലർ കൈമാറി ജുമയ്ക്ക് ജനങ്ങളോട് ഇത് പറയണമെന്ന് പറഞ്ഞു. അത് ഞാൻ പിന്നീട് വായിച്ചേൽപ്പിക്കാം. മഞ്ഞപ്പിത്തം പടരുകയാണ് നാട്ടിൽ. ഇന്നലെ DMOയുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു. അവിടെ ഉണ്ടായൊരു വിലയിരുത്തൽ വളരെ മോശമാണ്. പറഞ്ഞാൽ അനുസരിക്കാത്ത ആളുകൾ. എത്ര പറഞ്ഞാലും വീണ്ടും ഈ ആറിലേക്ക്, ആറ്റിലേക്കും തോട്ടിലേക്കും വഴിയരികിലേക്കും മാലിന്യം വലിച്ചെറിയുന്ന ആളുകളാണ് എന്നാണ് ആ യോഗത്തിലുണ്ടായൊരു പൊതുവിലയിരുത്തൽ. നമുക്ക് മാറണ്ടേ? നമ്മളെക്കുറിച്ചല്ലേ ഈ വിലയിരുത്തൽ മാറ്റണ്ടേ? നമുക്ക് അനുസരണയുള്ളവരാകണ്ടേ? ഇങ്ങനൊരു മതം വേറെ എവിടെയുണ്ട് സഹോദരങ്ങളെ? ശുചിത്വം വിശ്വാസത്തിന്റെ ഭാഗമാക്കി മാറ്റിയ അന്നളാഫത്തു ശത്രുൽ ഈമാൻ, വൃത്തി ഈമാനിന്റെ പകുതിയാണെന്ന് പഠിപ്പിച്ചൊരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. ഇങ്ങനൊരു മതം വേറെ എവിടെയുണ്ട്? എന്നിട്ട് ഇതൊക്കെ ഏട്ടിലെ പശു പുല്ലിനില്ല എന്ന് പറയും പോലെ ഇതൊക്കെ ഗ്രന്ഥത്തിൽ കിടന്നാൽ മതി, ഖുർആനിൽ കിടന്നാൽ മതി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കണ്ടേ?
340A വകുപ്പനുസരിച്ച് പ്രോസിക്യൂട്ട് ചെയ്യാൻ അധികാരമുള്ള കഴിയുന്ന ഒരു ശിക്ഷയാണ് തോട് മലിനമാക്കുക എന്നുള്ളത്, മലിന വസ്തുക്കൾ വേസ്റ്റ് വലിച്ചെറിയുക എന്നുള്ളത്. പക്ഷെ പലപ്പോഴും സംഭവിക്കും, ഞാൻ എന്റെ പ്രിയപ്പെട്ട നഗരസഭയിലെ ജനപ്രതിനിധികൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, പലപ്പോഴും അങ്ങനെ വലിച്ചെറിയുന്ന ആളുകൾക്കെതിരെ ഫൈൻ ഇടാൻ വേണ്ടി ഉദ്യോഗസ്ഥർ തയ്യാറാകുമ്പോൾ ആ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്ന ഒരു രീതി പല സ്ഥലത്തുണ്ട്. പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, നിങ്ങൾക്കൊരു പക്ഷേ അടുത്ത പ്രാവശ്യം നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ല എന്നിരിക്കാം. ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യരുത്, അവർ ശിക്ഷ അനുഭവിക്കണം. ആർക്കാണോ ഫൈൻ ഇട്ടിരിക്കുന്നത് ഫൈൻ അടയ്ക്കണം, ഉദ്യോഗസ്ഥരെ ബലിയാടാക്കരുത്. നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റിയിൽ തോറ്റെന്നിരിക്കാം, പക്ഷേ നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ജയിക്കും. ഇല്ല, നിങ്ങൾ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്ക് കൂട്ടുനിൽക്കാനും അവരെ രക്ഷപ്പെടുത്താനും പിഴയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനാണ് ശ്രമമെങ്കിൽ അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചെന്നിരിക്കും, അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ തോറ്റുപോകും. നിങ്ങൾ തീരുമാനിച്ചോ എവിടെ ജയിക്കണം എവിടെ തോക്കണം. അതുകൊണ്ട് നാട് ശുദ്ധമാകണം, നാട് ശുദ്ധമാകണം. ഈ നാടിന്റെ തെരുവുകൾ, ഈ നാടിന്റെ ആറുകൾ ശുദ്ധമായി കിടക്കണം. അതിനുവേണ്ടി കൂട്ടായ പരിശ്രമം ഉണ്ടാകണം. ആരോഗ്യവകുപ്പ്, മുനിസിപ്പൽ അധികൃതർ കാര്യമായി ശ്രമിക്കണം. ജനങ്ങളുടെ സഹകരണവും പിന്തുണയും തീർച്ചയായിട്ടും അതിനകത്തുണ്ടാകണം. നിങ്ങൾക്കറിയുമോ എത്ര കർശനമായിട്ടാണ് ഈ വിഷയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിച്ചത് എന്ന്? നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാറില്ല. നമസ്കാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലെ, നോമ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലെ അതേ പ്രാധാന്യത്തിൽ, അതിനേക്കാൾ ഒരു രീതിയിൽ പറഞ്ഞാൽ അതിനേക്കാൾ പ്രാധാന്യത്തിൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് നഗര ശുചീകരണം എന്നുള്ളത്. ആരാത് ശ്രദ്ധിക്കുക? മുത്തുറസൂല് പറയുന്നുണ്ട്, മൂക്കിൽ നിന്നൊരു മനുഷ്യന്റെ മൂക്കിള വഴിയിൽ വീണു, അത് ശുചീകരിക്കാതെ പോയാൽ അതിന്റെ പേരിൽ അവന് നരകം കിട്ടിയേക്കാമെന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം ആ വീഴുന്ന മൂക്കിളയിലൂടെ രോഗാണുക്കൾ പകർന്നേക്കാം, അത് മനുഷ്യന് ഉപദ്രവം സൃഷ്ടിച്ചേക്കാം, അതുപോലും ആ മനുഷ്യന്റെ നരകപ്രവേശനത്തിന് കാരണമായി തീർന്നേക്കാം. അമീബിക് മസ്തിഷ്കജ്വരം വന്നാൽ ഈരാറ്റുപേട്ടയിൽ ആദ്യം വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം അത്രയും ജനസാന്ദ്രതയുള്ള ഒരു മുനിസിപ്പാലിറ്റി തന്നെയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 5 നേരം ഒളു ചെയ്യുന്ന ആളുകളാണ്. മൂക്കിലൂടെ വെള്ളം കയറ്റി ചീറ്റൽ ഒളുവിന്റെ ഒരു സുന്നത്താണ്. ഈ വെള്ളം ഇങ്ങനെ കയറ്റി ചീറ്റിയാൽ സ്വാഭാവികമായിട്ടും ഈ അമീബ തലച്ചോറിലെത്താനുള്ള സാധ്യത കൂടുതലുള്ളത് മുസ്ലിം സമുദായത്തിന്റെയാണ്. അതുകൊണ്ട് ഇതിന്റെ അപകടം തീർച്ചയായിട്ടും നമ്മളായിരിക്കും ആദ്യം അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില വചനങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയാണ്. ഇത്തഖുൽ ആനീന സലാഫ, ഇത്തഖുൽ ആനീന സലാഫ. ശാപമേൽക്കുന്ന 3 കൂട്ടർ, മനുഷ്യരുടെ ശാപമേൽക്കുന്ന 3 കൂട്ടർ, ആ 3 പ്രവൃത്തി നിങ്ങൾ ചെയ്യാതെ സൂക്ഷിച്ചുകൊള്ളുക. അൽ ബറാസു ഫിൽ മവാരിദ്, വെള്ളമൊഴുകുന്ന സ്രോതസ്സുകളെ മലിനപ്പെടുത്തുന്ന ആളുകൾ. മറ്റൊന്ന് വഴിയരികിൽ, വഴിയിൽ വേസ്റ്റെറിയുന്ന ആളുകൾ. മറ്റൊന്ന് മനുഷ്യർ തണലുകൊള്ളുന്ന പ്രദേശങ്ങളിൽ പോയി വേസ്റ്റ് മാലിന്യമിടുന്ന ആളുകൾ. അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ മാത്രമല്ല, അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. പടച്ചോന്റെ ശാപം ഉണ്ടാകും, മലക്കുകളുടെ ശാപം ഉണ്ടാകും, സർവ്വജനങ്ങളുടെ ശാപം ഉണ്ടാകും. അള്ളാഹുവിനാൽ ശപിക്കപ്പെട്ടവർ, മലക്കുകൾ ശപിക്കപ്പെട്ടവർ, സർവ്വ മനുഷ്യരാലും ശപിക്കപ്പെട്ടവരാണ് 6 വൃത്തികേടാക്കുന്നവർ, വഴിയരി വൃത്തികേടാക്കുന്നവർ, മനുഷ്യർ തണലുകൊള്ളുന്ന സ്ഥലങ്ങളിൽ മാലിന്യമെറിയുന്നവർ. അതുകൊണ്ട് കോഴിക്കട നടത്തിയിട്ടും അറവ് കട നടത്തിയിട്ടും നമ്മുടെ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടും മാറ്റിലേക്കാണ് മാലിന്യം എളിച്ചെറിയേണ്ടി വരുന്നതെങ്കിൽ ആ കട നിർത്തലാണ് നല്ലത്. കാരണം അങ്ങനെ കട നടത്തിയാൽ ആ കട കൊണ്ട് ദുനിയാവിൽ ജയിച്ചെന്നിരിക്കും, ആ കടയുടെ പേരിൽ നാളെ നരകത്തിൽ പോകുന്നതിന് കാരണമായി. വളരെ ശ്രദ്ധിക്കണം, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ശാപം കിട്ടുന്ന, മലക്കുകളുടെ ശാപം കിട്ടുന്ന ഒരു ഏർപ്പാടാണ്, സർവ്വജനങ്ങളും ശപിക്കുന്ന ഒരു ഏർപ്പാടാന്ന് പറയുമ്പോൾ എന്താണ് ഇതിനർത്ഥം? ഇന്നല്ലാഹ നളീഫുൻ യുഹിബ്ബുൻ നളാഫ. അള്ളാഹു വൃത്തിയുള്ളവനാണ്, വൃത്തി അള്ളാഹുവിന് ഇഷ്ടമാണ്. ഇന്നല്ലാഹ തയ്യിബുൻ യുഹിബ്ബുത് തീബ. അള്ളാഹു നല്ല ശുദ്ധനാണ്, അള്ളാഹു ശുദ്ധിയുള്ളതിനെ ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ കരീമുൻ യുഹിബ്ബുൽ കറമ. അള്ളാഹു മാന്യനാണ്, മാന്യതയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഫനല്ലിഫു അഫ്നിയത്തക്കും, നിങ്ങളുടെ മുറ്റങ്ങൾ നിങ്ങൾ വൃത്തിയാക്കണം, മുറ്റം വൃത്തിയാക്കണം. വലാ തുശബ്ബിഹു ബിൽ യഹൂദി, ജൂതന്മാരെ പോലെ ആകരുത്.
ജൂതന്മാര് മുറ്റം വൃത്തിയാക്കൂല. നിങ്ങൾ ജൂതന്റെ വഴി സ്വീകരിക്കരുത്. വൃത്തിയുള്ള ശുദ്ധിയെ ഇഷ്ടപ്പെടുന്ന പടച്ചവന്റെ മാർഗത്തിലാണ് നിങ്ങൾ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ മുറ്റം വൃത്തിയാക്കണമെന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എത്രമേൽ ഈ മതം വൃത്തിക്ക് ശുദ്ധിക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ഇമാത്തത്തുൽ അദ അനി ത്വരീഖ് സദഖ, വഴിയിൽ കാണുന്ന മാലിന്യം എടുത്ത് മാറ്റിക്കളയൽ സദഖയാണ്. അത് ഈമാനിന്റെ ഭാഗമാണ്. മറ്റൊരു ഹദീസിലുണ്ട്, വഴിയിൽ നിന്ന് മാലിന്യം എടുത്തു മാറ്റൽ അസ്വല, അത് നിസ്കാരമാണ്. ഒരു മനുഷ്യൻ തന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന നിസ്കാരമാണ്. ആ നിസ്കാരം തന്നെയാണ് വഴിയിൽ കാണുന്ന മാലിന്യം എടുത്ത് മാറ്റിക്കളയൽ. അപ്പൊ വഴിയിൽ മാലിന്യം എറിയലോ, നിസ്കാരം ഉപേക്ഷിക്കൽ എത്രമാത്രം കുറ്റകരമാണോ അതേപോലെ കുറ്റകരമാണ് വഴിയരികിൽ മാലിന്യം എറിയുക എന്നുള്ളത്. ഇതൊക്കെ ചെയ്തിട്ട് ആറ്റിലെ വെള്ളത്തിൽ നമ്മൾ കുളിക്കുകയാണ്. ഈ മലിനമാക്കപ്പെട്ട ക്ലോറോഫോം ബാക്ടീരിയ പോലെയുള്ള ബാക്ടീരിയകൾ നിറഞ്ഞ വെള്ളം നമ്മൾ കുടിക്കുകയാണ്. എന്നിട്ട് രോഗം വരുത്തി വെക്കുകയാണ്. കിഡ്നി പോയി, ഹാർട്ട് പ്രശ്നം. അടുത്ത കാലത്ത് നിങ്ങൾ ആലോചിച്ച്, ഈരാറ്റുപേട്ടയിൽ മരിക്കുന്ന ആളുകളിൽ അധികവും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചെറുപ്പക്കാരാണ്. 50-60 വയസ്സുള്ള ആളുകളാണ് മരിക്കുന്നത്. കിഡ്നി രോഗം വരുന്നു, ഹാർട്ടിന്റെ പ്രശ്നം വരുന്നു. അള്ളാഹു നിശ്ചയിച്ച സമയത്ത് മരിക്കും. അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഞാൻ ഈ കഴിഞ്ഞ 3 വർഷത്തെ മരണ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചു. നമ്മുടെ മഹല്ലില് 100 വയസ്സ് കഴിഞ്ഞ് മരിച്ച ഒരേ ഒരാളെ ഞാൻ കണ്ടുള്ളൂ. 100 വയസ്സ് കഴിഞ്ഞ് ഒരാളെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നമ്മളായിട്ട് രോഗം വരുത്തി വെക്കണം. വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളായിട്ടൊരു നാശം വരുത്തി വെക്കരുത്. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഖുർആൻ. നിങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും നാളെ ചോദിക്കപ്പെടും. കിഡ്നി അള്ളാഹു നൽകിയൊരു അനുഗ്രഹമാണ്. 2 കിഡ്നിയുണ്ട്, ഒരെണ്ണം മതി മനുഷ്യന് ജീവിക്കാൻ. എന്നിട്ടോ ഒരു കിഡ്നി കൊണ്ട് 50 വയസ്സ് എത്തണില്ല. അള്ളാഹു നാളെ ചോദിക്കും, എങ്ങനെയാണ് നിന്റെ കിഡ്നി കേടായത്? ഞാൻ നിനക്ക് തന്ന കിഡ്നി എങ്ങനെ കേടായി? നീയാണോ അത് കേടാക്കിയത്? പടച്ചവന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. നമ്മുടെ ആഹാരക്രമം ഒക്കെ ഒന്ന് മാറണം. ഈ രീതികൾ മാറണം. അമിതമായ ഭക്ഷണം, അഹിതമായ ഭക്ഷണം, ഇതൊക്കെ മാറ്റണം. ഈ കൊളസ്ട്രോൾ ഇങ്ങനെ വലിച്ചു കയറ്റുന്ന പരിപാടി, ഇതൊക്കെ ഒന്ന് മാറ്റണം. ഇറച്ചി ഉണ്ടെങ്കിലേ ഭക്ഷണം പറ്റൂ എന്ന രീതി മാറണം. നമ്മുടെ കല്യാണങ്ങൾ തന്നെ മാറണം. കല്യാണ സദസ്സുകളിൽ, കല്യാണ ഓഡിറ്റോറിയങ്ങളിൽ കൊടുക്കുന്ന ഈ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ രോഗങ്ങൾ വരുത്തിവെക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് സമൂലമായൊരു മാറ്റം നമുക്കുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യരംഗത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ. ആരോഗ്യം അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന 2ാമത്തെ അനുഗ്രഹമാണ് ആരോഗ്യം. 1ാമത്തെ അനുഗ്രഹം ഈമാനാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു അവനോട് ചോദിക്കാൻ ഇഷ്ടപ്പെടുന്ന 2 കാര്യങ്ങളിൽ ഒന്ന് സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ. നിങ്ങൾ അള്ളാഹുവിനോട് പാപങ്ങൾക്ക് വേണ്ടിയുള്ള മഗ്ഫിറത്ത് ചോദിക്കുക, വൽ ആഫിയത്ത്, ആരോഗ്യം ചോദിക്കുക. 2ാമത് ചോദിക്കേണ്ടത് ആരോഗ്യമാണ്. നമ്മുടെ കുനൂത്തിൽ അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത്, പടച്ചവനെ നീ സന്മാർഗത്തിലാക്കിയവരുടെ കൂട്ടത്തിൽ എന്നെ നീ സന്മാർഗത്തിലാക്കണേ എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയും എന്താ? വആഫിനി ഫീമൻ ആഫൈത്, നീ ആരോഗ്യം കൊടുത്തവരുടെ കൂട്ടത്തിൽ എനിക്ക് ആരോഗ്യം തരണം. ആരോഗ്യം കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ആരോഗ്യവാനായിരുന്നു. പട്ടിണിയാണ് പ്രവാചകൻ. പക്ഷേ ഈ ഉമ്മത്തിൽ ഏറ്റവും ആരോഗ്യമുള്ള ആൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഉമയ്യത്ത്, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പഴയ അടിമയായ ഉമയ്യത്ത് ഒരിക്കൽ നബിയെ വെല്ലുവിളിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പീഠത്തിൽ ഇരിക്കുകയാണ്. ഉമയ്യത്ത് ചോദിച്ചു, അല്ല മുഹമ്മദേ, ഞാനുമായിട്ടൊന്ന് മല്ല് പിടിക്കാൻ നീ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഉമയ്യത്ത് ശക്തനാണ്. നബിയൊന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ചോദിച്ചു, അല്ല മുഹമ്മദേ, ഞാനുമായിട്ടൊന്ന് ഗുസ്തി പിടിക്കാൻ നീ ഉണ്ടോന്ന് ചോദിച്ചു. നബി മിണ്ടിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ അടുത്ത് വാടാ, ഞാനുമായിട്ടൊന്ന് വല്ലു പിടിക്കാം. അപ്പൊ ഉമയ്യത്ത് പറഞ്ഞു, ചോദിച്ചതിന് മറുപടി പറയണം, നിന്നോടല്ല വെല്ലുവിളി, മുഹമ്മദിനോടാണ് വെല്ലുവിളി. മുഹമ്മദിന് ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ, ഞാനുമായിട്ടൊന്ന് വല്ലു പിടിക്കാമെന്ന്, എന്നെ ഒന്ന് തോപ്പിക്കട്ടെ. അപ്പോ 3ാമതും ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, ആയുധം കൊണ്ട് വേണോ അതോ കൈകൊണ്ട് മതിയെന്ന് ചോദിച്ചു. അപ്പൊ ഉമയ്യ പറഞ്ഞു, നിന്നെയൊക്കെ നേരിടാൻ എനിക്ക് ആയുധമൊന്നും വേണ്ട, കൈ തന്നെ മതി. എന്നാ തുടങ്ങാന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമയ്യത്തിന്റെ 2 കൈകളിൽ ഇങ്ങനെ കോർത്തു പിടിച്ചിട്ട് കുഞ്ചിക്കൊരു ഇടി കൊടുത്തു. അതോടുകൂടി ഉമയ്യത്ത് വീണു. ഉമയ്യത്തിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി കട്ടിലിൽ കിടത്തി. ഉമയ്യത്ത് പിന്നെ ജീവനോടെ എണീറ്റ് വന്നിട്ടില്ല. ഉമയ്യത്ത് മരണപ്പെട്ടു. ഏറ്റവും ആരോഗ്യവനായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ പട്ടിണിയായിരുന്നു. അപ്പൊ ഭക്ഷണവും ആരോഗ്യമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഒരുപാട് കഴിച്ചാലാണ് ആരോഗ്യം ഉണ്ടാവുക. ആ ഒരു ചിന്താഗതിയൊക്കെ മാറ്റുക. നല്ലത് കഴിക്കുക, നല്ല ആരോഗ്യം ഉണ്ടായിത്തീരും.
അതുകൊണ്ട് എനിക്ക് ഈ പ്രധാനപ്പെട്ട ഒരു ദിവസം ആരോഗ്യത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഇസ്ലാമിന്റെ വിശാലമായ ഒരു കാഴ്ചപ്പാട്, ആരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത, ഭക്ഷണത്തിൽ നമ്മളൊരു മിതത്വം പാലിക്കണം, വ്യായാമം കൃത്യമായിട്ടുണ്ടാകണം. എല്ലാ ദിവസവും നടത്തം സുന്നത്താക്കിയ മതമാണ് ഇസ്ലാം. ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട്, മിൻ ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മശ്യു കുല്ല യൗം, എല്ലാ ദിവസവും നടക്കുക റസൂലിന്റെ ഒരു പതിവായിരുന്നു. നടത്തം സുന്നത്താണ്. നടത്തം സുന്നത്താക്കിയ മതമാണ് ഇസ്ലാം. 2 കിലോമീറ്റർ അപ്പുറയാണ് നിങ്ങളുടെ വീടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ 20 കിലോമീറ്റർ നടക്കേണ്ടി വരും പള്ളിയിലേക്ക് വരാൻ വേണ്ടി. ബനൂ സലമ ഗോത്രക്കാര് മദീന പള്ളിയുടെ കുറച്ച് ദൂരെയാണ് അവരുടെ വീട്. മദീന പള്ളിയുടെ അടുക്കൽ കുറച്ച് സ്ഥലം കച്ചവടം വിൽക്കാൻ വേണ്ടി ഉണ്ടായപ്പോ നബിയോട് പറഞ്ഞു, നബിയെ ഞങ്ങൾ പള്ളിയുടെ അടുത്തൊരു സ്ഥലം കിട്ടുന്നുണ്ട്, ഞങ്ങളത് വാങ്ങുകയാണെന്ന് പറഞ്ഞു. ദിയാറക്കും തുക്തബു ആഫാറുക്കും, വേണ്ട, നിങ്ങളിപ്പോൾ പള്ളിയുടെ ദൂരെയല്ലേ താമസിക്കുന്നത്, അവിടെ തന്നെ താമസിച്ചാൽ മതി, അടുത്ത സ്ഥലം വാങ്ങണ്ട. കാരണം അവിടെ നിന്ന് നടന്നു വരുമ്പോൾ നിങ്ങളുടെ ഓരോ ചവിട്ടടിയും അല്ലാഹു എഴുതുന്നുണ്ട്. ഒരു കാലെടുത്ത് വെക്കുമ്പോൾ ഒരു കൂലി, ഒരു പാപം പൊറുക്കപ്പെടും, ഒരു ദറജ ഉയർത്തപ്പെടും. ഇന്ന് നമുക്ക് വ്യായാമമില്ല, നടത്തമില്ല, അമിതമായ ഭക്ഷണവും ഈ മലിനമാക്കപ്പെട്ട ആറും ഈ കുളങ്ങളും, അതാണ് നമ്മുടെ ആകെ ആസ്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട് വല്ലാത്തൊരു രോഗത്തിന്റെ പിടിയിലേക്ക് വരുന്നു എന്നുള്ള തിരിച്ചറിവ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഉണ്ടായിത്തീരണം. നമ്മുടെ ആരോഗ്യം നമ്മൾ നിലനിർത്തുക, ശുദ്ധമായത് ഭക്ഷിക്കാനും ശുദ്ധമായത് കുടിക്കാനും വ്യായാമത്തോടുകൂടി ജീവിക്കാനും തയ്യാറാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാതി അനിൽ ഹംദുലില്ലാഹ്.